നമ്മളുടെ ഇടയിൽ പല ഐറ്റം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി 3ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ ഒരു കൂട്ടർ നമ്മളോട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്താലും അത് ശരിയായില്ല, അത് അങ്ങനെയാണ്, അതിലെന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം അവർ കണ്ടെത്തിയിട്ട് നിങ്ങളോട് നെഗറ്റീവ് പറയും. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആകെ ഡൗൺ ആയിരിക്കുമ്പോൾ അവർ വന്നിട്ട് പറയും, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ, സോറി കേട്ടോ, അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. നമ്മളെന്താ വിചാരിക്കില്ല, ഓ അവരറിയാണ്ട് ചെയ്തതാണ്, അപ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന ലെവലും വിടും. പക്ഷെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, നമ്മളെന്ത് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവിടെ മച്ച നല്ലതാണ്, അത് നല്ല സൂപ്പറാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നല്ലതാണ്, നല്ലതേ ചെയ്തത്, നല്ല രീതിക്കുള്ള പോകണം. അവരൊരിക്കലും നിങ്ങൾ നല്ല ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ വേറെ ചില ടീംസ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇടാ, നീ ചെയ്തത് ശരിയാണ്, നീ ഭയങ്കര നല്ല കാര്യമാണ് ചെയ്തത്. നേരെ മറിച്ച് നീ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ നീ ചെയ്ത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് രണ്ടും നിൻ്റെ കറക്റ്റ്, നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ കറക്റ്റായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. ഈ 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ ആൾക്കാർ, നമ്മളിപ്പോൾ എന്ത് ചെയ്താലും നെഗറ്റീവാണെന്ന് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കറിയാം നിങ്ങളുടെ വീക്ക് പോയിൻ്റ് മെൻ്റലി നിങ്ങൾ തളർത്തുക എന്നുള്ളതാണെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ പറയുമ്പോൾ നമ്മൾ മെൻ്റലി ഡൗൺ ആവും, നമുക്ക് പിന്നെ ഒന്നിനും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം അവരുടെ ടാർഗറ്റ് നമ്മൾ ഡൗൺ ആക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഉയർന്നു പോകാണ്ടിരിക്കാൻ നമ്മൾ മെൻ്റലി ഡൗൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പോവില്ല. അതിന് വേണ്ടിയിട്ടുള്ള ടാർഗറ്റാണ് അവർ ചെയ്യുന്നത്. അവരൊരു കാരണവശാലും നിങ്ങൾ കൂടുതൽ നിർത്തരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും നിങ്ങൾക്ക് നല്ലതെന്ന് മാത്രം പറയുന്ന ഒരാൾ, നമ്മൾ അവരുടെ കൺട്രോളിലാവും. കാരണം എന്ത് പറഞ്ഞാലും അവർ എടാ അത് ചെയ്ത് നല്ലതാണെന്ന് ചെയ്താൽ നല്ലതാണെന്ന് പറയുന്ന അവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരോട് ടേണായി പോകും. അപ്പോൾ അത് നമ്മൾ അവരുടെ കൺട്രോളിൽ ആക്കിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതും ഒരിക്കലും നമ്മൾ നല്ലതല്ല. നേരെ മറിച്ച് നമ്മളത് ശരിയുള്ള കാര്യങ്ങൾ ശരിയെന്നും തെറ്റുള്ള കാര്യം തെറ്റെന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടല്ലോ, അവരെയാണ് നമ്മൾ എപ്പോഴും കൂട്ടി നിർത്തേണ്ട. അല്ലാണ്ട് ബാക്കിയുള്ളവരെ നമ്മളെ കൂടെ നിർത്തിയിട്ട് കാര്യമില്ല. നമുക്ക് പിറകിൽ നിന്ന് കുത്തുക എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ടീമായിരിക്കും അവർ. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ കൂടെ ഉള്ള ആൾ നല്ലതാണോ ചീത്തയാണോ, നമ്മുടെ ഫ്രണ്ട് നമുക്ക് വേണ്ടിയിട്ടാണോ, നമ്മളൊരു താഴ്ചയിലോട്ട് പോയാൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളാണോ, നമുക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്ന ആളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കുക. എന്നിട്ട് നമ്മളെ കൂട്ടുകെട്ട് മുന്നോട്ട് പോകുക. അല്ല ഒരു കാരണവശാലും നമുക്ക് മനസ്സിലായിട്ടാണോ ചിലപ്പോൾ അവരങ്ങനെ ചെയ്തില്ലേ, നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ അവിടെ വെച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഒരു കാരണവശാലും നമ്മൾ അടുത്തോട്ട് എടുത്ത് വെച്ചിട്ട് കൊണ്ട് നടക്കരുത്. നമ്മൾ താഴെ വീണാൽ നമ്മൾ അറിയാൻ പറ്റില്ല. Okay, be careful.